ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ നിങ്ങളുടെ ഭവനത്തിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കട്ടെ. എത്രമാത്രം നാം താഴ്ന്നു പോയോ ആ താഴ്ചയിൽ നിന്നും തൻ്റെ ശക്തമായ കരം നീട്ടി നമ്മെ ഉയർത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ശക്തനായ കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ അലറിമറിയുന്ന കൊടുങ്കാറ്റിനെ ഈ രാത്രി ശാന്തമാക്കും. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും. പീഡിതരുടെ കരച്ചിൽ കേൾക്കുന്ന വിമോചകനായ ദൈവം ഈ രാത്രി നിന്റെ നിലവിളിയും കേൾക്കും. ആഴമേറിയ വെള്ളത്തിൽ മുങ്ങുന്ന ദാവീദ് രാജാവിൻ്റെ സത്യസന്ധമായ നിലവിളിയും നിഷ്കളങ്കമായ വിലാപവുമാണ് ഇന്ന് നാം കേൾക്കുന്ന സങ്കീർത്തനത്തിലൂടെ നാം കാണുന്നത്. നമ്മുടെ തളർച്ച, ഭയം, അനീതിപരമായ കഷ്ടതകൾ എല്ലാം ഈ രാത്രി കർത്താവ് ഏറ്റെടുക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തമമായ വാക്കുകൾ വേണ്ട, എന്നാൽ ഒരു തുറന്ന ഹൃദയമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ രാത്രി കർത്താവ് നമ്മുടെ ഉത്കണ്ഠയിൽ നിന്നും നമുക്ക് സൗഖ്യം നൽകും. നിരാശയിൽ നിന്നും നമ്മെ വിടുവിക്കും. ആന്തരിക ശക്തി നൽകി നാം ഒറ്റയ്ക്കല്ല, അവിടുന്ന് കൂടെയുണ്ട് എന്ന് നമ്മെ ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ രാത്രിയിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, നാളത്തെ നിയോഗങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 69 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാകുമോ? കർത്താവേ, എൻ്റെ ഭോഷത്വം അവിടുന്ന് അറിയുന്നു. എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ, തകർന്ന ജീവിതത്തെ, നിരാശയെ, ഭയത്തെ സമർപ്പിച്ച്, ഞങ്ങളുടെ ഈ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നു. കർത്താവേ, ഉത്തമമായ വാക്കുകൾ ഞങ്ങൾക്കില്ല, എന്നാൽ ഒരു തുറന്ന ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തളർന്നു പോയപ്പോൾ കർത്താവേ, നിന്റെ ശക്തമായ കരം നീട്ടി ഞങ്ങളെ നീ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ അത്ഭുത കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. വേദനയിലും നിരാശയിലും ദുഃഖത്തിലും ഉത്കണ്ഠയിലും ആയിരുന്നപ്പോൾ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നീ ഓർമ്മിപ്പിച്ച് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി ഇന്ന് നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ നിഷ്കളങ്കമായ ഹൃദയത്തെ നീ കാണണമേ. ദൈവമേ, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രയാസങ്ങളെ നീ അറിയണമേ. അവരുടെ അന്തരാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയെ സമർപ്പിക്കുന്നു. അവരുടെ ശാരീരിക ക്ലേശങ്ങളെ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ എങ്ങും എത്താത്ത ഒരു അവസ്ഥയെ സമർപ്പിക്കുന്നു. മാനസിക പിരിമുറുക്കങ്ങളെ സമർപ്പിക്കുന്നു. ലക്ഷ്യം കാണാൻ കഴിയാത്തതിൻ്റെ വേദനയെ സമർപ്പിക്കുന്നു. നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്തുള്ള വിലാപം സമർപ്പിക്കുന്നു.
കർത്താവേ, എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണ തോന്നണമേ. നിനക്കെല്ലാം സാധ്യമാണ്. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലായിരിക്കുന്നവരുടെ മനോവേദന നീ ഏറ്റെടുത്ത് സമാധാനവും സന്തോഷവും നിറച്ച് ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഉത്കണ്ഠകളെ എടുത്തു മാറ്റി ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം നിറച്ച് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ. നാളെയെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠാകുലരാകേണ്ട, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക എന്ന് മാത്രമാണ് നീ ഞങ്ങളോട് അരുളി ചെയ്തത്. എന്നാൽ ദൈവഹിതം ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, ദൈവഹിതം ചെയ്യുന്നതിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടെ ഭാവിയും വർത്തമാനവും ഭൂതകാലവും എല്ലാം സുരക്ഷിതമാണ് എന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കാരുണ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ആവശ്യങ്ങളിലെല്ലാം നീ കരുണ കാണിച്ച് അവരെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നിന്റെ പരിശുദ്ധ സാന്നിധ്യം കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. തളർന്ന മനസ്സിനെ സമർപ്പിക്കുന്നു, തകർന്ന ജീവിതത്തെ സമർപ്പിക്കുന്നു. ദൈവമേ, ഓരോ രാത്രിയും ഉത്കണ്ഠയും ഭയവും നിരാശയും വേദനയും കാരണം ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ഈ സമയം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിന്റെ അത്ഭുത കരം ഇന്ന് അവരുടെ മേൽ പ്രവർത്തിക്കണമേ. തളർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. തകർന്ന ജീവിതത്തെ നീ ഉയർത്തണമേ. ശക്തനായ ദൈവമേ, ഞങ്ങളുടെ വിമോചകനായ ദൈവമേ, ഞങ്ങൾക്കൊരു മോചനം നൽകണമേ. ഈ പ്രശ്നങ്ങളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ഉത്കണ്ഠയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ഈ രാത്രിയിൽ സമാധാനത്തോടെ നിന്റെ സന്നിധിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുണയോടെ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ ശാരീരിക സൗഖ്യം നൽകി, മാനസിക സന്തോഷം നൽകി, ഹൃദയത്തിൽ സമാധാനം നിറച്ച് നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ പ്രഭാതത്തിൽ നിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം മനസ്സിന് ശക്തിയും ശരീരത്തിന് സൗഖ്യവും ഹൃദയത്തിൽ സമാധാനവും നിറച്ച്
ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഉത്കണ്ഠകളെയും കർത്താവ് എടുത്തു മാറ്റുന്നു. കർത്താവ് നിന്നെക്കുറിച്ച് കരുതലുള്ളവനാണ്. ഈ രാത്രിയിൽ നീ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. അവിടുത്തെ ശക്തമായ കരം നിനക്ക് ഉയർച്ച നൽകുന്നു. അവിടുന്ന് നിന്നെ ഉയർത്തുന്നു. ഈ രാത്രിയിൽ സമാധാനപരമായി ദൈവസന്നിധിയിൽ ഇന്നുവരെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുക. നാളെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം കാണാൻ അവിടുന്ന് ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ, പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.